അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് സൃഷ്ടാവാണ്. അല്ലാഹു അല്ലാത്ത സാധനങ്ങൾക്ക് ആലം എന്ന് പറയും. അത് മുഴുവനും സൃഷ്ടികളാണ്. അല്ലാഹുവും അല്ലാഹുവിന്റെ വിശേഷണങ്ങളും അത് തുടക്കമില്ലാത്ത ഒരു ലോകമാണ്. സൃഷ്ടികളുമായി അല്ലാഹു എല്ലാ നിലക്കും വ്യത്യസ്തനാണ്. സൃഷ്ടികളുടെ താല്പര്യം, അവരുടെ ആഗ്രഹം, അവരുടെ ഉദ്ദേശങ്ങൾ അതങ്ങ് ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റുകയില്ല. അല്ലാഹുവിന്റെ വിശേഷണങ്ങളിൽ മുൻതഖിം, കഠിനമായി ശിക്ഷിക്കുന്നവൻ എന്നൊരു വിശേഷണമുണ്ട്. ഗഫൂറുർ റഹീം, വല്ലാതെ കൃപ ചെയ്യുന്നവനും പുറത്തു തരുന്നവനുമാണെന്ന വിശേഷണവും ഉണ്ട്. ഇത് രണ്ടും വെച്ചായിരിക്കണം ഒരടിമ ജീവിക്കേണ്ടത്. അല്ലാഹു ഗഫാറുൽ മആസി വൽ വിസ്ർ വകദാ ശദീദുൽ ഇന്തിഖാം. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്. ഞാൻ എന്ത് തെറ്റ് ചെയ്താലും എനിക്ക് പുറത്തു തരും എന്ന് ചിന്തിച്ചാൽ പോരാ. അങ്ങനെ ഒരു പേര് അല്ലാഹുവിനുണ്ടെങ്കിലും വകദാ ശദീദുൽ ഇന്തിഖാം. ഖാദി ഉമർ തങ്ങൾ പറയുന്നു, അവൻ ശക്തമായി ശിക്ഷിക്കുന്നവനുമാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിശേഷങ്ങളിൽ ഒന്നാണ് ശക്തമായി ശിക്ഷിക്കുന്നവൻ. എത്രയോ ശിക്ഷകൾ ഭൂമിയിൽ ഇറങ്ങിക്കഴിഞ്ഞു. നാട് അട്ടിമറിക്കൽ വരെ നടന്നുപോയി. വളരെ വലിയ ശിക്ഷകൾ നടന്നത് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, യൻസിലു റബ്ബുനാ തബാറക വ തആല ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ فيقول هل من مستغفر فاغفر له وهل من داع فاستجيب له أو كما قال رسول الله. ينزل ربنا تبارك وتعالى, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്ത് ഇറങ്ങി വരുന്നു. ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ, ഒരു രാത്രിയെ മൂന്നായി ഭാഗിച്ചാൽ അതിന്റെ മൂന്നാം ഭാഗത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു. ആ റഹ്മത്ത് കൊണ്ടുവരുന്ന മലക്ക് വിളിച്ചു പറയുന്നു, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിർ ലഹു. അല്ലെങ്കിൽ അല്ലാഹു തആല തന്നെ പറയുന്നു, ആരാണോ തെറ്റ് ചെയ്തതിന് പൊറുക്കലിനെ തേടുന്നത് അവന് ഞാൻ പുറത്തു കൊടുക്കാം. ആരാണോ എന്നോട് കാര്യങ്ങൾ ചോദിക്കുന്നത് അവന് ഞാൻ കൊടുക്കാം. തെറ്റ് പൊറുത്തു തരാമെന്ന് എല്ലാ ദിവസവും സുബഹിയുടെ തൊട്ട് മുമ്പ് വരുന്ന മൂന്നാം ഭാഗത്തിൽ പറയുന്നുണ്ട്. എന്തേ അതിന് കാരണം? അങ്ങനെ ഒരു വലിയ റഹ്മത്തിന് കാരണം എന്താണ്? ഈ ഉമ്മത്തിനത് കിട്ടാനുള്ള കാരണം എന്താണ്? എല്ലാവർക്കും തെറ്റ് പൊറുത്തു തരാം. ആരാണ് ദുആ ചെയ്യാൻ തയ്യാറുള്ളത്? ആ ടൈമിൽ വല്ലാത്ത ഉറക്കിന്റെ അടിമകളായിട്ടാണ് നമ്മൾ ഉണ്ടാവുക. സാലിഹീങ്ങൾ അങ്ങനെയല്ല. തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദ്ഊന റബ്ബഹും ഖൗഫൻ വതമആ. അല്ലാഹു എന്നെ ശിക്ഷിക്കുമോ എന്ന വലിയ പേടിയും അല്ല, അല്ലാഹു ഗഫൂറുർ റഹീമാണ്, അവൻ എനിക്ക് വലിയ റഹ്മത്ത് ചെയ്യുമെന്ന പ്രതീക്ഷയിലുമായി അറിയാതെ കിടപ്പറകളിൽ നിന്ന് അവരുടെ ഭാഗങ്ങൾ പൊന്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ടൈമിൽ ഉത്തരം ചെയ്യും. ആ ടൈമിൽ എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ്. നസീമുൽ വസ്ലി അബ്അലൻ നദമാ
فاسكرهم وما شربوا مداما فلما شاهدوا الساقي تجلى فأيقظ في دجى من كان ناما. മഹാനായ അബ്ദുറഹീമിൽ ബർഈ തങ്ങൾ പറയുന്നു, فأيقظ في الدجى من كان ناما. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിമകളെ വിളിച്ചുണർത്തുന്നതാണ് പാതിരാട്ടയുമായാൽ. فلما شاهدوا الساقي تجلى. അല്ലാഹുവിനോട് മഹബ്ബത്ത് കൂടാൻ കാരണമാകുന്ന അല്ലാഹുവിന്റെ ദിക്ർ ഹൃദയത്തിൽ കൊടുത്ത ആളുകൾ കൊടുക്കുന്ന റബ്ബ് തആല അദാ തജല്ലാ, അവന്റെ റഹ്മത്ത് കൊണ്ട് അവൻ അടിമകളിലേക്ക് വെളിവാകുന്നു സുബഹിയുടെ മുമ്പ്. فأيقظ في الدجى من كان ناما. അങ്ങനെ ഉറങ്ങിപ്പോയവരെ ഉണർത്തുകയാണ്. ഉറങ്ങിയവനെ ഉണർത്തുന്നു. നമ്മൾ ഉണർന്നിട്ടും നമുക്ക് അപ്പൊ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ഉണർന്നവനെ ഉണർത്തിയിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വേണ്ടി ഉണർത്തണം. അങ്ങനെ ഉണർത്തുന്നു എന്നാണ് ബർഈ തങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നെറ്റിവെക്കാൻ ആ ടൈമിൽ ഒരാൾക്ക് കഴിഞ്ഞാൽ അത് വല്ലാത്ത സ്ഥാനമാണ്, ചെറിയതല്ല. ولم تنم نومة فيها على طرد أنت الملقب حقا محي الدين. മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ വിളിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, വലം തനം നൗമതം ഫീഹാ അലാ തുർദിൻ. ആ 12ഓളം വർഷം വലം തനം നൗമതൻ, ഒരു ഉറക്ക് നിങ്ങൾക്കുണ്ടായിട്ടില്ല. ഉറക്ക് പലർക്കും ഉണ്ടാകാം, ഇല്ലാതിരിക്കാം, തമാശ പറഞ്ഞിരിക്കാം, പന്ത് കളി കണ്ടിരിക്കാം, കളിച്ചും ചിരിച്ചും ഇരിക്കാം, ഭാര്യമാരുമായി സല്ലപിച്ചിരിക്കാം. അതല്ല അലാ തുർദി, അല്ലാഹു തട്ടിക്കളഞ്ഞ പേരിൽ ഉറക്ക് സംഭവിച്ചിട്ടില്ല. ചിലർ ഉറങ്ങും, ക്ഷീണം കൊണ്ടുറങ്ങും, രോഗം കൊണ്ടുറങ്ങും. പകലുറങ്ങാത്തവര് രാത്രി ഉറങ്ങും. അങ്ങനെയുള്ള ഉറക്കല്ല പറയുന്നത്. അലാ തുർദിൻ, അല്ലാഹു പോടാ എന്റെ മുന്നിൽ ഈ ടൈമിൽ നീ നിൽക്കേണ്ടവനല്ല എന്ന നിലക്ക് തട്ടിയവരാണ്. സുബഹിക്ക് ഉണർന്നിട്ടും സുബഹിന്റെ മുമ്പ് ഉണർന്നിട്ടും 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയാത്തവർ അല്ല തുർദ് ചെയ്തവരാണ്, അല്ല തട്ടിക്കളഞ്ഞവരാണ്. പടച്ച റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തരുതേ അല്ലാ. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, എല്ലാ റൂമിനുമുണ്ട്. അതാ എഴുന്നേറ്റ് കൊണ്ട് ഒരു ഒളു ചെയ്തിട്ട് മൂത്രിച്ച് വീടി വലിച്ച് അല്ലെങ്കിൽ അത് ചെയ്ത് ഇത് ചെയ്ത് ഇതൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നീ മത്റൂദാണ്, തള്ളപ്പെട്ടവനാണ്, ആട്ടപ്പെട്ടവനാണ്. ആ ടൈമിൽ അല്ലാഹു ഗഫൂറുർ റഹീമായ റബ്ബ് എത്രയോ ആളുകൾക്ക് പുറത്തു കൊടുക്കുന്നുണ്ട്. എന്ത് വിഷയമുണ്ടെങ്കിലും ആ ടൈമിനെ തിരഞ്ഞെടുത്ത് കുറച്ച് ദിവസം തഹജ്ജുദ് നിസ്കരിക്കുക. ഉമ്മമാരെ, സഹോദരന്മാരെ, അതോടുകൂടെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാകുന്നതാണ്. നമ്മൾ നിങ്ങൾ ആർപ്പിക്കും, എല്ലാം ചെയ്യും, പക്ഷെ ഈ പണി നമ്മൾ ആരും ചെയ്യാറില്ല. പറഞ്ഞാൽ അധിക പേരും ചെയ്യാറില്ല. ഈ പണി ഒന്ന് ചെയ്തു നോക്കി, ഏത് പ്രശ്നത്തിനും പരിഹാരമാകും. ഒന്നുമില്ലെങ്കിൽ ഇജാബത്തിന്റെ ശൈലി മാറിയെങ്കിലും മനസമാധാനം കിട്ടും. ആ പ്രശ്നം ഉള്ളതുകൊണ്ട് അറിയില്ല, മനസ്സിന് വല്ലാത്ത സമാധാനം കിട്ടും. രാത്രി നീ തഹജ്ജുദ് നിസ്കരിച്ചോ,
അസാ അൻ യബ്അതക റബ്ബുക മഖാമൻ മഹ്മൂദാ, നിന്റെ റബ്ബ് നിന്നെ ഉയർന്ന ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേക്കാം. തഹജ്ജുദിനുള്ള ഓഫറാത്. വലിയ സ്തുതിക്കപ്പെടുന്ന സ്ഥാനം ലഭിക്കും. എത്ര ആളുകൾ നമ്മുടെ നാട്ടിൽ സ്തുതിക്കപ്പെടുന്നു, ആദരിക്കപ്പെടുന്നു. ഒന്നും ഒരു സ്തുതിയും ഒരു ആദരവും ആരും പരിഗണിക്കാത്ത ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. ആവശ്യമില്ലാത്ത സ്തുതിയല്ല ഞാൻ പറയുന്നത്, അർഹതയിലുള്ള സ്തുതിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ രാത്രിയെ 3ആയി ഭാഗിച്ചിട്ട് അതിന്റെ 3ാമത്തെ ഭാഗത്തിൽ ഏതെങ്കിലും ടൈമിൽ ചെയ്താൽ മതി. ഇത് പിന്നെ ഉറങ്ങരുത് എന്നൊന്നുമില്ല. വെറും 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ മതി. മഹാനായ ജുനൈദ് റളിയല്ലാഹു